സ്വർണ്ണക്കൊള്ള വഴിതിരിച്ചുവിടാനുള്ള ശ്രമമാണോ ഇപ്പോൾ നടക്കുന്ന രാഷ്ട്രീയ വിവാദമെന്നാണ് ചോദ്യം. സുജയ, രാഷ്ട്രീയ വിവാദം നടക്കുന്നുണ്ടല്ലോ, ആദ്യം മുതലേ ഉണ്ട്. അതിന്റെ ഒരു ആദ്യത്തെ പ്രതിഫലം തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന് കിട്ടുകയും ചെയ്തു. പക്ഷേ അതേ പ്രതിഫലം നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കിട്ടുമെന്ന പ്രതീക്ഷയോടെ മുന്നോട്ട് പോകുമ്പോഴാണ് കോൺഗ്രസിന്റെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവായ സോണിയാഗാന്ധിയുടെ ചിത്രം ഇതിലേക്ക് വരുന്നത്. ഇപ്പോൾ ആ ചിത്രമാണ് ഇടതുപക്ഷത്തിന്റെയും അതുപോലെ തന്നെ BJPയുടെയും പിടിവള്ളിയായി നിൽക്കുന്നതായിട്ട് നമ്മൾ കാണേണ്ടത്. ഇവിടെ SIT ഏതെങ്കിലും തരത്തിൽ ഈ അന്വേഷണം വഴിതിരിച്ചു വിടും എന്ന് ഞാൻ കരുതുന്നില്ല. കാരണം ഹൈക്കോടതി മേൽനോട്ടത്തിലാണ് അന്വേഷണം. ഇപ്പോൾ 2 ഉദ്യോഗസ്ഥരെ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് SIT വിപുലീകരിച്ചിട്ടുമുണ്ട്. ഇനിയുള്ള സമയം എന്ന് പറയുന്നത് വളരെ ചുരുക്കം. ഇന്ന് ജനുവരി മാസം 1-ാം തീയതിയാണ്. 5-ാം തീയതിയാണ് ഇടക്കാല റിപ്പോർട്ട് കോടതിയിൽ സമർപ്പിക്കേണ്ടത്. അതിനുശേഷം 10 ദിവസം കൂടിയാണ് അന്വേഷണത്തിന് SITക്ക് കിട്ടുക. ജനുവരി 15 വരെയാണ് ഹൈക്കോടതി നീട്ടിക്കൊടുത്തിരിക്കുന്ന സമയപരിധി നിൽക്കുക. അതിനിടയിൽ അന്വേഷണം പൂർത്തിയാക്കാൻ SITക്ക് കഴിയുമോ എന്നതിൽ എനിക്ക് സംശയമുണ്ട്. കാരണം അന്വേഷണത്തിൽ ഇനിയും കണ്ടെത്തേണ്ട പലതിലേക്കും എത്താൻ SITക്ക് ഇപ്പോഴും കഴിഞ്ഞിട്ടില്ല. ഇടയിലുണ്ടാകുന്ന രാഷ്ട്രീയ വിവാദങ്ങളടക്കം പല കാര്യങ്ങളും പലരിലേക്കും, അതായത് ഹൈക്കോടതി ചോദിച്ച ആ വലിയ ആളുകളിലേക്ക് ഇതുവരെയും പൂർണ്ണമായും എത്താൻ കഴിഞ്ഞിട്ടില്ല. അതിനിടയിലാണ് കടകംപള്ളി സുരേന്ദ്രനെ ചോദ്യം ചെയ്തത് ഒളിച്ചുവെച്ചു എന്നുള്ള ഒരു വിമർശനം വരുന്നത്. അപ്പോൾ ഒളിച്ചുവെച്ചതല്ല എന്ന് ന്യായീകരിക്കാൻ ശ്രമിക്കുന്നത് നമ്മൾ കണ്ടു. അപ്പോൾ കടകംപള്ളിയിലേക്ക് ഇതെത്തും എന്നുള്ളത് പല ഘട്ടത്തിൽ ഇവിടെ ചർച്ച ചെയ്യപ്പെട്ടതാണ്. അപ്പോഴും ഇവിടെ പലരും ഒന്നുമില്ല, N വാസുവിൽ നിൽക്കുമെന്ന് പറഞ്ഞു, അത് കഴിഞ്ഞ ശേഷം പത്മകുമാറിൽ നിൽക്കുമെന്ന് പറഞ്ഞു, കടകംപള്ളിയിലേക്ക് എത്തില്ല എന്ന് പറഞ്ഞു. ഇപ്പോൾ എന്തായാലും കടകംപള്ളിയിലേക്ക് എത്തിക്കഴിഞ്ഞിരിക്കുകയാണ്. ഇനിയിപ്പോൾ അടുത്തത് ആരിലേക്ക് എത്തും അതാണ് അറിയേണ്ടത്. ഇവിടെ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ആദ്യം കയറ്റിയത് എവിടെയാണ്? ഇപ്പോൾ ഇടതുപക്ഷത്തിന്റെ കയ്യിലുള്ള പ്രധാനപ്പെട്ട ആയുധം മുഖ്യമന്ത്രി ഇപ്പോൾ തൊടുത്തുകൊണ്ടിരിക്കുന്ന ഒന്ന് തന്നെയാണ്. ആദ്യം കയറ്റിയത് സോണിയാഗാന്ധിയുടെ വീട്ടിലാണ്. അതീവ സുരക്ഷാ മേഖലയിലുള്ള സോണിയാഗാന്ധിയുടെ വസതിയിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് അപ്പോയിന്റ്മെന്റ് ഇല്ലാതെ പോകാൻ കഴിയില്ല. കാരണം ഉണ്ണികൃഷ്ണൻ പോറ്റിയും സോണിയാഗാന്ധിയും തമ്മിൽ വർഷങ്ങളായി ബാല്യകാല സൗഹൃദമൊന്നുമുള്ള ആളുകളല്ലല്ലോ. അപ്പോൾ അങ്ങനെയൊന്നും വരാൻ കഴിയില്ല. അപ്പോൾ അപ്പോയിന്റ്മെന്റ് എടുത്ത് അവിടേക്ക് കൊണ്ടുപോയത് ആരാണ്? അവിടെയാണ് ഈ അടൂർ പ്രകാശ് പറയുന്നു, ഉണ്ണികൃഷ്ണൻ പോറ്റിയും സോണിയാഗാന്ധിയും തമ്മിലുള്ള കൂടിക്കാഴ്ചയിൽ തനിക്ക് പങ്കില്ല, തന്നെ ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചിട്ടില്ല. വിളിപ്പിക്കാത്ത ആ കാര്യം വിളിപ്പിച്ചു എന്ന് പറഞ്ഞ് മാധ്യമങ്ങളിൽ വാർത്ത വന്നു. അടൂർ പ്രകാശിനെ ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചു എന്ന രീതിയിൽ വാർത്ത വന്നു. അപ്പോൾ ആ വാർത്തയുടെ പിന്നിൽ ആരാണ് എന്ന കാര്യമാണ് അടൂർ പ്രകാശ് ചോദിക്കുന്നത്. അപ്പോൾ അതിലും ന്യായീകരണവുമായി വരുന്നുണ്ട്. പക്ഷേ ആ ന്യായീകരണം എത്രത്തോളം നിലനിൽക്കും? ഒന്നുമില്ലാതെ ഈ ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചു, കാരണം കടകംപള്ളിയെ വിളിച്ചെങ്കിൽ അടൂർ പ്രകാശിനെ വിളിച്ചു എന്നുള്ള ഒരു സന്തുലനാവസ്ഥ കൊണ്ടുവരിക എന്ന് പറയുമല്ലോ. അപ്പോൾ ആ ഒരു ഇക്വിലിബ്രിയം കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ശ്രമിച്ചതാണ്. പക്ഷേ അതെന്തായാലും പാളിപ്പോയിട്ടുണ്ട്. അടൂർ പ്രകാശിനെ ഇതുവരെ വിളിപ്പിച്ചിട്ടില്ല. വിളിപ്പിച്ചു അല്ലെങ്കിൽ ചോദ്യം ചെയ്തു എന്ന് SITയും പറഞ്ഞിട്ടില്ല. അപ്പോഴാണ് അടൂർ പ്രകാശ് ഒരു കാര്യം കൂടി കടത്തി പറയുന്നത്, എന്നെ ഇനി വിളിപ്പിക്കുകയാണെങ്കിൽ SITയുടെ മുന്നിൽ ഹാജരാകുന്നതിന് മുൻപ് ഞാൻ മാധ്യമങ്ങളെയും കൂടി കാണും. എന്നെ SIT വിളിപ്പിച്ചിട്ടുണ്ടെന്ന് ഞാൻ തന്നെ പറയും. SITയുടെ മുന്നിൽ ഈ കാര്യത്തിൽ ഞാൻ പറയാൻ പോകുന്ന കാര്യങ്ങളെല്ലാം ഞാൻ മാധ്യമങ്ങളുടെ മുന്നിൽ പറയും. എന്നാൽ പിന്നെ അടൂർ പ്രകാശിന് അത് ഇപ്പോഴേ പറഞ്ഞുകൂടെ? അറിയാവുന്ന കാര്യങ്ങൾ. എങ്ങനെയാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായുള്ള കൂട്ടുകെട്ട് ഉണ്ടായത്? ഇവിടെ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ കണ്ടത് അതൊരു അന്നദാനവുമായി ബന്ധപ്പെട്ടാണ് എന്നാണ് അടൂർ പ്രകാശ് ഇപ്പോൾ പറയുന്നത്. അപ്പോൾ അന്നദാനവുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഏതെങ്കിലും പൂജകളുമായി ബന്ധപ്പെട്ട് ബന്ധമുള്ള ഒരാൾ ആ ഒരു ബന്ധത്തിന്റെ പേരിൽ മാത്രം സോണിയാഗാന്ധിയുടെ വസതിയിലേക്ക് അക്കമ്പനി ചെയ്തു പോകുമോ? 2019 ശേഷം അടൂർ പ്രകാശ് MP ആണ്. മന്ത്രിയായിരുന്ന വേളയിലോ MLA ആയിരുന്ന വേളയിലോ അല്ല ഈ പോക്ക് എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. 2019 അദ്ദേഹം MP ആയതിനു ശേഷം 2019 മെയ് മാസത്തിന് ശേഷം ആയിരിക്കണം ഈ കൂടിക്കാഴ്ച നടന്നിട്ടുണ്ടാവുക. അല്ലെങ്കിൽ അടൂർ പ്രകാശ് നിഷേധിക്കട്ടെ, അല്ലെങ്കിൽ അദ്ദേഹവുമായി ബന്ധപ്പെട്ട മറ്റു കോൺഗ്രസ് നേതാക്കൾ നിഷേധിക്കട്ടെ. എന്തായാലും അതുവരെയുള്ള നമുക്ക് ലഭ്യമായ വിവരങ്ങൾ അനുസരിച്ച് 2019 മെയ് ശേഷമുള്ള ഈ കൂടിക്കാഴ്ചയെപ്പറ്റി വിശദീകരിക്കേണ്ടത് ആ കൂടിക്കാഴ്ചയിൽ നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്ന ഈ പ്രതികളല്ലാത്ത ഇപ്പോൾ പുറത്തു നിൽക്കുന്ന 2 പേരാണ്. ആന്റോ ആന്റണി MPയും അടൂർ പ്രകാശ് MPയും. 2 പേരും അത് വിശദീകരിച്ചേ പറ്റൂ. കാരണം അവരാണത് വിശദീകരിക്കേണ്ട ബാധ്യതയുള്ളവർ. അല്ലാതെ അവർ ഈ പടപ്പിൽ തല്ലിയിട്ട് കാര്യമില്ല. മുഖ്യമന്ത്രിയെ, പൊളിറ്റിക്കൽ സെക്രട്ടറി, ആരെ വേണമെങ്കിലും നിങ്ങൾക്ക് വിമർശിക്കാം, രാഷ്ട്രീയ വിമർശനം ഉന്നയിക്കാം. പക്ഷേ നിങ്ങളുടെ ചിത്രം പുറത്തു വന്നു കഴിയുമ്പോൾ, മുഖ്യമന്ത്രിയുടെ ചിത്രം വന്നു കഴിഞ്ഞപ്പോൾ മുഖ്യമന്ത്രി അതിന്റെ വീഡിയോ ഫുട്ടേജ്, മുഖ്യമന്ത്രി അല്ല അദ്ദേഹവുമായി ബന്ധപ്പെട്ട സർക്കാർ വൃത്തങ്ങൾ തന്നെ ആ വീഡിയോ ഫുട്ടേജ് അതേപടി റിലീസ് ചെയ്തു. ഉണ്ണികൃഷ്ണൻ പോറ്റി പോയി രഹസ്യം പറഞ്ഞതല്ല, പിന്നിലൂടെ നടന്നു പോയതാണെന്ന് വ്യക്തമാകുന്ന വീഡിയോ ഫുട്ടേജ് നമ്മുടെ മുന്നിലേക്ക് വരികയും ചെയ്തു. അതേപോലെ എന്താണ് സോണിയാഗാന്ധിയുടെ വസതിയിലേക്ക് ഇയാൾക്കൊപ്പം പോകാനുണ്ടായ സാഹചര്യം എന്താണ്? ആ സാഹചര്യം വ്യക്തമാക്കിയാൽ മതി. നമ്മൾ ഈ മലയാളം പരീക്ഷയ്ക്കൊക്കെ കാണുന്നത് പോലെ സന്ദർഭവും സ്വാരസ്യവും വ്യക്തമാക്കിയാൽ മതി. ആ ചോദ്യം അവിടെ തീർന്നു. അതോടെ ആ കാര്യത്തിലെല്ലാം ഇപ്പോൾ അന്തരീക്ഷത്തിൽ നിൽക്കുന്ന പുകപടലങ്ങളെല്ലാം നീക്കാനും കഴിയും. അപ്പോൾ ആ ക്ലാരിറ്റി വരുത്തുന്നതിലേക്ക് അടൂർ പ്രകാശ് കടക്കും. പാർട്ടിക്കും അതാണ് നല്ലത്. തെരഞ്ഞെടുപ്പിലേക്ക്, നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് ഇനി കഷ്ടിച്ച് 100 ദിവസം മാത്രമേ ഉള്ളൂ. അപ്പോൾ അത് അദ്ദേഹം ചെയ്യണം. മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി P ശശിയിൽ നിന്നാണ് ഈ ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചു എന്നുള്ള വാർത്ത വന്നത് എന്ന് അടൂർ പ്രകാശ് പറയുന്നുണ്ട്. അപ്പോൾ അത്രയും കാര്യങ്ങൾ പറയുമ്പോൾ അതിനോടൊപ്പം അദ്ദേഹത്തിന് കൂട്ടിച്ചേർക്കാവുന്നതല്ലേ ഉള്ളൂ. എന്തിനാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിക്കൊപ്പം പോയത്, ഗോവർദ്ധനൊപ്പം പോയത്? ഈ 2 പേരെയും എത്ര കാലമായി അറിയാം? ഇവരുമായിട്ടുള്ള ഇടപാട് എന്താണ്? എന്തെങ്കിലും കച്ചവടം ഉണ്ടോ? റിയൽ എസ്റ്റേറ്റ് ഉണ്ടോ? എന്താണ് ബന്ധം? ആ ബന്ധം പറഞ്ഞു കഴിഞ്ഞാൽ പ്രശ്നം കഴിഞ്ഞല്ലോ. അപ്പോൾ അത് പറയാതെ മറുഭാഗത്ത് ഈ പോറ്റിയെ കേറ്റിയെ എന്നുള്ള പാട്ടുപാടി നടക്കുമ്പോൾ, പോറ്റിയെ കേറ്റിയെ എന്നുള്ളത് അവിടെ സഖാക്കളാണ് എന്ന് പറയുന്നതിനൊപ്പം തന്നെ സോണിയാഗാന്ധിയുടെ വീട്ടിൽ കയറ്റി എന്നുള്ള വരി കൂടി ചേർത്ത് ഇപ്പുറത്തെ ഇടതുപക്ഷത്തിനും BJPക്കും പാടാൻ കഴിയുന്ന സാഹചര്യമാണ്. എന്തായാലും അങ്ങനെ ഒരു നറേറ്റീവിലേക്ക് BJP പോകുന്നു എന്നുള്ളൊരു സൂചന ഇന്ന് മുൻ സംസ്ഥാന അധ്യക്ഷൻ K സുരേന്ദ്രനിൽ നിന്ന് നമ്മൾ കാണുകയും ചെയ്തു. സോണിയാഗാന്ധിയെ
ചോദ്യം ചെയ്യണം എന്നാണ് കെ സുരേന്ദ്രൻ ആവശ്യപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ സോണിയാഗാന്ധി വിശദീകരിക്കണം എന്നതാണ്. അതായത് അടൂർ പ്രകാശോ ആന്റണിയോ കൂടെ വെറുതെ നിന്നതാണെങ്കിൽ, അക്കമ്പനി ചെയ്തവരാണെങ്കിൽ, കണ്ടത് ചരട് കെട്ടിയത് ആരുടെ കയ്യിലാണ്? സോണിയാഗാന്ധിയുടെ കയ്യിലാണ്. അപ്പോൾ ഹു ഇസ് ദിസ് എന്നുള്ള ചോദ്യത്തിന് സോണിയാഗാന്ധി ഒരു വാക്ക് പറഞ്ഞാൽ മതി, അല്ലെങ്കിൽ ഒരു സ്റ്റേറ്റ്മെന്റ് ഇട്ടാൽ മതി, അല്ലെങ്കിൽ ഒരു എക്സ്പോസ്റ്റ് ഇട്ടാൽ മതി, അവിടെ കഴിയും. ഇത്രയും വലിയൊരു നേതാവ് സംശയ നിഴലിൽ നിൽക്കുന്നത് ശരിയല്ല. സോണിയാഗാന്ധിക്ക് ഏതെങ്കിലും തരത്തിൽ ഈ ഇടപാടുമായി അല്ലെങ്കിൽ അവർ സ്വർണ്ണം കക്കാൻ കൂട്ടുനിന്നു എന്നൊന്നും ഞാൻ കരുതുന്നില്ല. പക്ഷേ അവരുടെ മേലൊരു സംശയത്തിന്റെ നിഴലുണ്ട്. അവരെ കാണാൻ പോയത് ഉണ്ണികൃഷ്ണൻ പോറ്റിയാണ്, ഗോവർദ്ധനാണ്, സമ്മാനം കൈമാറിയ ചിത്രമടക്കം പുറത്തു വരുന്നു. അപ്പോൾ എന്തായിരുന്നു ആ കൂടിക്കാഴ്ച? വെറുതെ ഒരു ഫ്രണ്ട്ലി വിസിറ്റ് ആണോ? അങ്ങനെയാണെങ്കിൽ എന്താണ് അവരുടെ ഫ്രണ്ട്ഷിപ്പിന്റെ പിന്നിൽ? ഈ ഒരു സൗഹൃദം എവിടെ നിന്നാണ്? അങ്ങനെയുള്ള കുറേ ചോദ്യങ്ങൾ അവിടെ ബാക്കി നിൽക്കുകയാണ്. അപ്പോൾ അതിനുള്ള ഉത്തരങ്ങൾ വരണം. കൂടുതൽ ഉദ്യോഗസ്ഥരെ ഉൾപ്പെടുത്തുന്നതിനൊപ്പം SITയുടെ പോക്കിനെ ഹൈക്കോടതി വിമർശിച്ചതും കൂടി നമ്മുടെ മുന്നിൽ നിൽക്കുന്ന കാര്യമാണ്. അന്വേഷണം തണുപ്പൻ രീതിയിലാണോ മുന്നോട്ട് പോകുന്നത് എന്നതാണ് 2 ദിവസം മുൻപ് ഹൈക്കോടതി ചോദിച്ചതായി നമ്മുടെ മുന്നിലേക്ക് വന്നത്. ഇതിൽ A. പത്മകുമാറിന്റെയും ഗോവർദ്ധന്റെയും ജാമ്യാപേക്ഷ പരിഗണിക്കുമ്പോൾ അവധിക്കാല ബെഞ്ച് ചോദിച്ചത് അന്വേഷണം തണുപ്പൻ മട്ടിലാണോ? അപ്പോൾ ഹൈക്കോടതിക്ക് അതൃപ്തിയുണ്ട്, അന്വേഷണത്തിന്റെ പ്രോഗ്രസിൽ അതൃപ്തിയുണ്ട്. അപ്പോൾ ആ അതൃപ്തി മാറ്റുന്നതിനായി 2 ഉദ്യോഗസ്ഥരെ കൂടി ഇപ്പോൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ അന്വേഷണം ഇങ്ങനെ പോയാൽ പോരാ, ഫാസ്റ്റായി പോകേണ്ടതുണ്ട്. അതോടൊപ്പം തന്നെ ആരിലേക്കാണോ എത്തേണ്ടത് അവരിലേക്ക് എത്തുന്ന രീതിയിലേക്ക് ഈ അന്വേഷണം എത്തും എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. ഇനിയിപ്പോൾ കൂടുതൽ സ്വർണ്ണക്കൊള്ള നടന്നു, അതാണല്ലോ ഇപ്പോൾ SIT പുറത്തുവിട്ടിരിക്കുന്ന, അല്ലെങ്കിൽ SITയിൽ നിന്ന് മാധ്യമങ്ങൾ ലഭിച്ചിരിക്കുന്നത്. ഇതിപ്പോൾ ED അന്വേഷിക്കുന്ന പോലെ തന്നെയാണ്. SITയുടെ ഭാഗത്തു നിന്നും സെലക്റ്റീവ് ആയിട്ടുള്ള ഇൻഫർമേഷൻസ് പുറത്തേക്ക് വരുന്നുണ്ട്. അതെല്ലാ മാധ്യമങ്ങളും തലക്കെട്ടാക്കുന്നുണ്ട്. പ്രഭാമണ്ഡലം പൊളിച്ചു, അതുപോലെ തന്നെ ഈ സ്വർണ്ണപ്പാളിയിൽ ഉൾപ്പെട്ട ഭാഗങ്ങളുടെയൊക്കെ ഡീറ്റെയിലിംഗ് ആണ് ഇന്ന് രാവിലെ മുതൽ വന്നുകൊണ്ടിരിക്കുന്നത്. അല്ലാതെ പ്രത്യേകിച്ച് വേറെ ഏതെങ്കിലും വിഗ്രഹം കൊണ്ടുപോയി എന്നല്ല, അങ്ങനെ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിലുള്ള ഇൻപുട്സ് ആണ് വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ശ്രീകോവിലിന്റെ വാതിലിന്റെ കട്ടിള പൊക്കിയത് നമുക്കറിയാം. കട്ടിള പൊക്കി ആ കട്ടിള കൊണ്ടുപോയി അമ്പത്തൂരിൽ പൂജ ചെയ്തു. അപ്പോൾ ആ കട്ടിളയിലാണ് ദശാവതാരം ആലേഖനം ചെയ്തിരിക്കുന്നത്, അല്ലാതെ അത് പ്രത്യേകമായിട്ടുള്ള ഒരു എൻറ്റിറ്റി അല്ല. അപ്പോൾ ആലേഖനം ചെയ്തിരിക്കുന്ന ദശാവതാരം, അതുപോലെ തന്നെ 2 ചെമ്പുപാളികളിൽ നിന്ന് ഈ രാശി ചിഹ്നങ്ങളൊക്കെ ആലേഖനം ചെയ്തിരിക്കുന്നിടത്ത് സ്വർണ്ണം കവർന്നിട്ടുണ്ട്, അല്ലെങ്കിൽ അത് രാസമിശ്രിതം ഉപയോഗിച്ച് വേർതിരിച്ചിട്ടുണ്ട് എന്നതാണ് കണ്ടെത്തിയിരിക്കുന്നത്. ഇനിയിപ്പോൾ ഉണ്ണികൃഷ്ണൻ പോറ്റി, ഗോവർദ്ധൻ, പങ്കജ് ഭണ്ഡാരി, ഈ 3 പേരുമാണ് ഈ സ്വർണ്ണം അത് വേർതിരിച്ചെടുത്തിട്ട് സാധാ സ്വർണ്ണം പോലെ നമ്മൾ 916 അല്ലെങ്കിൽ 18 ക്യാരറ്റ് സ്വർണ്ണമോ വിൽക്കുന്നത് പോലെയാണോ, അതോ ശബരിമലയെ സ്വർണ്ണം എന്ന രീതിയിലാണോ ഇത് കച്ചവടം ചെയ്തിരിക്കുന്നത്? അതുപോലെ തന്നെ ആക്ച്വൽ ആയിട്ടുള്ള പാളികൾ തന്നെ അതുപോലെ മാറ്റുകയാണോ ചെയ്തത്? കാരണം ഡ്യൂപ്ലിക്കേഷൻ നടത്താൻ സാധിക്കുന്ന ഒരു സംവിധാനമാണല്ലോ സ്മാർട്ട് ക്രിയേഷൻസിൽ ഉള്ളത്. അപ്പോൾ അത് കച്ചവടം നടത്തിയോ പുരാവസ്തു സംഘങ്ങൾ വഴി, അല്ലെങ്കിൽ ഈ രീതിയിൽ ശബരിമലയിലെ ശ്രീകോവിൽ എന്ന രീതിയിൽ തന്നെ കച്ചവടം ചെയ്തോ? അതിലേക്കൊക്കെയാണ് അന്വേഷണം എത്തേണ്ടത്. അപ്പോൾ കട്ടത് എന്തൊക്കെ കട്ടു എന്നുള്ള കാര്യത്തിൽ കൃത്യമായിട്ടുള്ള വിവരങ്ങൾ ഇതുവരെ പുറത്തു വന്നിട്ടില്ല. അത് പുറത്തു വരണം. അത് പുറത്തു വന്നില്ല എങ്കിൽ അന്വേഷണം വഴിതിരിഞ്ഞു പോകുന്നു എന്ന് മനസ്സിലാക്കേണ്ടി വരും. നിലവിൽ വഴിതിരിച്ചു വിടുന്നുവെന്ന് ഞാൻ കരുതുന്നില്ല. എന്തായാലും ഇപ്പോൾ ശബരിമല മുഴുവൻ ചെമ്പ് പൊതിഞ്ഞ രീതിയിലേക്ക് മാറിയിട്ടുണ്ടോ? അപ്പോൾ എല്ലാവരുടെയും ചെമ്പ് പുറത്തു വരട്ടെ. അതിപ്പോൾ ഏത് സർക്കാരായാലും, UDF ആയാലും LDF ആയാലും, ഏത് സർക്കാരിന്റെ കാലത്താണ് ഈ ചെമ്പായി മാറിയതെന്ന് വെച്ചാൽ ആ ചെമ്പ് തെളിയണം എന്നുള്ളതാണ് ഒരു വിശ്വാസി എന്ന നിലയിൽ കൂടി എൻ്റെ അഭിപ്രായം. Meet the editors.